മറിയാമ്മ ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ ആന്റണിക്കെതിരെ പ്രചരണത്തിനെത്തിയത് എലിസബത്തിനെയും കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ AK ആന്റണി യുഗം അവസാനിച്ചിട്ട് കുറച്ചു നാളായി. മകൻ കോൺഗ്രസ് വിട്ടതോടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ശാപവചനങ്ങൾ ഉതിർക്കുന്നത് AK ആന്റണിക്ക് നേരെയാണ്. AK ആന്റണിയും BJPയിലേക്ക് എന്ന പോസ്റ്റിടുന്ന നിരവധി പ്രവർത്തകർ കോൺഗ്രസിലുണ്ട്. ആന്റണി അറിഞ്ഞിട്ടാണ് മകൻ BJPയിലേക്ക് പോയത് എന്ന പോസ്റ്റ് ഇടുന്നവരും ധാരാളമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് അനിൽ ആന്റണിയുടെ BJP പ്രവേശനത്തിൽ അത്ഭുതമൊന്നുമില്ല എങ്കിലും അവർ AK ആന്റണിയോടുള്ള അസൂയയും പകയും തീർക്കാനുള്ള അവസരമായി ഇതിനെ വിനിയോഗിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ആന്റണിക്കുള്ള സ്വീകാര്യത ഇതോടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അനിലിന്റെ രാജി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചതാണ് എങ്കിലും ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് കരുതിയതേയില്ല. ഒരു ഘട്ടത്തിൽ അനിൽ കോൺഗ്രസ് വിടില്ല എന്ന് ആന്റണി സോണിയയെയും രാഹുലിനെയും അറിയിച്ചിരുന്നു. പക്ഷേ അനിലുമായി ആന്റണി ഇക്കാര്യം സംസാരിച്ചിരുന്നില്ല എന്നതാണ് വ്യക്തം. മകന്റെ രാഷ്ട്രീയ നിലപാട് തനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല എന്നായിരുന്നു ആന്റണിയുടെ നിലപാട്. മകൻ BJPയിൽ പോയത് തന്റെ അറിവോടെയാണ് എന്ന് വാദിക്കുന്ന കോൺഗ്രസുകാർ ആന്റണിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുമുണ്ട്. താൻ കോൺഗ്രസ് വിട്ടാൽ അച്ഛൻ വിഷമിക്കുമെന്ന് അനിലിന് അറിയാമായിരുന്നു. താൻ BJPയിൽ ചേർന്നത് കുടുംബത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കിയില്ല എന്ന് അനിൽ ആന്റണി പറഞ്ഞെങ്കിലും ആന്റണിക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അനിലിന് നന്നായി അറിയാമായിരുന്നു. രാഷ്ട്രീയവും കടന്ന് പിതൃനിന്ദയിൽ എത്തി നിൽക്കുകയാണ് പത്തനംതിട്ടയിലെ ചർച്ചകൾ. കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണ് എന്ന് അനിൽ ആന്റണി പറഞ്ഞത് AK ആന്റണിയെ ഉദ്ധരിച്ചു തന്നെയാണ് എന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവർത്തിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഹസനെ രൂക്ഷമായ വാക്കുകൾ വിമർശിക്കുകയാണ് അനിൽ ആന്റണി ചെയ്തത്. 80 കഴിഞ്ഞ ഹസനെ പോലെയുള്ളവരാണ് കാലഹരണപ്പെട്ടവരെന്ന് വിളിച്ചത് എന്നാണ് അനിലിന്റെ മറുപടി. തന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഹസൻ തന്നെ വിവാഹത്തിലേക്ക് വലിച്ചിഴച്ചതിലാണ് ആന്റണിക്ക് സങ്കടം. അനിലിന്റെ മറുപടിക്ക് പിന്നാലെയാണ് വീണ്ടും വിമർശനം ആവർത്തിച്ചുകൊണ്ട് MM ഹസൻ രംഗത്തെത്തിയത്. അനിൽ ആന്റണി മറുപടി അർഹിക്കുന്നില്ല എന്ന് ഇന്നലെ പറയാനുള്ളത് പറഞ്ഞുവെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുമായിരുന്നു MM ഹസന്റെ പ്രതികരണം. സ്വന്തം അപ്പനെതിരായി പറഞ്ഞ് മതിയായപ്പോൾ ബാക്കിയുള്ളവർക്കെതിരെ പറയുകയാണ് അനിൽ ചെയ്തത്. പിതൃനിന്ദ കാട്ടിയ ആൾക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്നും ഹസൻ പറഞ്ഞു. BJP പ്രകടന പത്രിക നുണയിൽ കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരമാണ് എന്ന് ഇന്ധന നികുതി കുറയ്ക്കണമെന്ന പ്രഖ്യാപനം ജനങ്ങളോടുള്ള പരിഹാസമാണെന്നും MM ഹസൻ കൂട്ടിച്ചേർത്തു. BJP സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി വന്നതിലെ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ അവസാന ലാപ്പിൽ സാക്ഷാൽ AK ആന്റണിയെ തന്നെ കോൺഗ്രസ് ഇറക്കിയെന്നാണ് ഹസന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. മകൻ തോൽക്കുമെന്ന് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു. കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ ആന്റണിക്ക് ചുട്ട മറുപടി നൽകി അനിൽ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ കൊണ്ടും കൊടുത്തും പിതൃനിന്ദയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ ചർച്ച. അനിൽ ആന്റണി പിതൃനിന്ദ നടത്തിയെന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് MM ഹസൻ മറുപടിയുമായി പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി രംഗത്തെത്തുകയുണ്ടായി. കാലഹരണപ്പെട്ട നേതാവ് എന്ന് താൻ പറഞ്ഞത് ഹസനെ പോലെയുള്ള നേതാക്കളെയാണ് എന്ന് അനിൽ പറയുകയും ചെയ്തു. ഇപ്പോൾ സംഭവിക്കുന്നത് വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മറിച്ച് ആശയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകളാണ്. BJPയിൽ ചേർന്നത് ശരിയായ ചുവടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും അതേപടി നിലനിൽക്കും, എക്കാലവും നിലനിൽക്കുകയും ചെയ്യും. രാഷ്ട്രീയം എന്റെ കുടുംബത്തിനുള്ളിൽ ഒരിക്കലും ഭിന്നതയുണ്ടാക്കില്ല, അനിൽ പറയുകയായിരുന്നു. എന്നാൽ അഞ്ജനത്തിൽ ഇതുണ്ടാക്കിയത് വൻ സ്ഫോടനമാണ്. ഏറെ പരീക്ഷണത്തിലാണ് ആന്റണി ഉള്ളത്. BJPയിൽ ചേരാനുള്ള അനിൽ ആന്റണിയുടെ തീരുമാനം വേദനിപ്പിച്ചുവെന്ന് AK ആന്റണി അന്ന് പറഞ്ഞിരുന്നു. തികച്ചും തെറ്റായ തീരുമാനമാണെന്ന് തന്റെ അഭിപ്രായമെന്നും വികാരധീതരായാണ് ആന്റണി അന്ന് പറഞ്ഞത്.